സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കിൻ എഫക്റ്റ് ആണ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണിത്. സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം വേവ് ഇക്വേഷൻ ഇൻ കണ്ടക്ടിങ് മീഡിയം. ഒരു കണ്ടക്ടിങ് മീഡിയത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി മാക്സ്വെൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. So that is equal to ഇങ്ങനെയായിരുന്നു del square E minus mu sigma dot E divided by dot E minus mu epsilon dot square E divided by dot E square equal to 0 ആയിരുന്നു. സോ ഇവിടെ നമുക്കറിയാം ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ഇയുടെ പവർ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇയുടെ പവർ എല്ലാം 1 ആണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഇവിടെ സിഗ്മ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? കണ്ടക്ടിവിറ്റി ഓഫ് ദ മീഡിയ ആണ് അല്ലെ. സോ ഇഫ് സിഗ്മ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ദിസ് ടേം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻ ടൈം ഈയുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വാനിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ കണ്ടക്ടിങ് മീഡിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് പെർമിബിലിറ്റി ഓഫ് ദ മീഡിയ ആണ്. അതുപോലെ തന്നെ സിഗ്മ റെപ്രസെന്റ് ചെയ്യുന്നത് ഡൈലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. ഓക്കെ, നൗ ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇ ഈക്വൽ ടു E0 e⁻ മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി അല്ലെ. സോ ഇവിടെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്തിനൊക്കെ ഫംഗ്ഷൻ ആയിരിക്കും? ദിസ് ഇ. സോ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻഡിപെൻഡന്റ് വാരിയബിൾസിന്റെ എല്ലാം ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ, റൈറ്റ്. സോ ഇവിടെ ഇ ഡിപ്പെൻഡ്സ് ഓൺ, ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷൻ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഈ ഡെൽ സ്ക്വയർ ഓപ്പറേറ്റർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ടി. ഇവിടെ നമുക്കറിയാം ഇത് ഇവിടെ ടി കൂടെ ഉണ്ട് ഇൻഡിപെൻഡന്റ് വാരിയബിൾ. സോ ഇ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് 4 independent variables that are x, y, z and t, right? So e of x, y, z and t equal to E0 e⁻ minus k dot r minus omega t എന്ന് വരും. So where E0 എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് E0. ആൻഡ് k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ വെക്ടർ ആണ്. സോ ഇവിടെ k ഡോട്ട് r ആണ്. r റിപ്രസെന്റ് ചെയ്യുന്നത് xi plus yj plus zk in Cartesian coordinate system. Then k എന്ന് പറഞ്ഞാൽ k ക്കും 3 components ഉണ്ടായിരിക്കും, kx, ky, kz. That is k equal to kx into I plus ky into j plus kz into k. So this two dot product എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? kx x, ky y, kz and kz z എന്ന് വരും മൈനസ് ഒമേഗ ടി. വേർ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. സോ സിംഗിൾ ഫ്രീക്വൻസി ഉള്ള ഒരു വേവ് ആണ്. സോ ദിസ് ഇസ് മോണോക്രോമാറ്റിക്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ് റിപ്രസെന്റ് ചെയ്യുന്നത്. Now let us substitute this equation into this equation, the solution into this equation. So dot E by dot T endu varum. For that we can calculate these two terms. Dot E by dot T is equal to I omega into E0 e⁻ minus I k dot r minus omega t endu varum. So this E0 into e⁻ I k dot r minus omega t we can replace using this E. I replace here. So we will get I omega E endu varum. Similarly, if we take second order derivative, then നമുക്ക് വരും I square omega square E എന്ന് വരും. So I square equal to -1, so minus omega square E എന്ന് വരും. Now let us substitute these two values into this equation. Okay, this propagation മോഡലിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ we will get del square E minus this mu sigma I omega E plus mu epsilon omega square E minus plus. Okay, so we can take this I omega mu and E. Here mu E common outside like we will get I omega, this is not E, this is epsilon, I omega epsilon plus sigma into E എന്ന് വരും. So this ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. Now this ഇതിനൊന്നുകൂടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ I omega E epsilon, this term I omega E epsilon. Okay, this represent ചെയ്യുന്നത് നമുക്കറിയാം, this already നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. Now sigma E
this second term sigma e represent എന്താണ് sigma എന്ന് പറഞ്ഞാൽ conductivity ആണ് and sigma e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ already പറഞ്ഞിട്ട് is equal to j ആണ് അല്ലേ so that is current density ആണ് so ഇത് represent ചെയ്യുന്നത് current due to conducting അല്ലേ conducting current density ആണ് ഇത് represent ചെയ്യുന്നത് and this term represent ചെയ്യുന്നത് displacement current density ആണ് okay displacement current density conducting current density ആണ് ഇത് represent ചെയ്യുന്നത് now നമ്മൾ ഒരു മെറ്റൽസിന്റെ കേസിൽ നമ്മൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി എത്ര മാത്രം ഉണ്ടാകും അതേപോലെ തന്നെ കണ്ടക്ടിങ് കറന്റ് ഡെൻസിറ്റി എത്ര ഉണ്ടായിരിക്കും മെറ്റലിന്റെ കേസിൽ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക സോ ഇൻ ദ കേസ് ഓഫ് മെറ്റൽ നമുക്കറിയാം മെറ്റൽസ് ആർ എന്താണ് മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ആണ് റൈറ്റ് മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് ആണ് അതിലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് ഫ്രീ ഇലക്ട്രോൺസ് ആക്ട് ആസ് എ കറന്റ് കാരിയർ ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഓൾ മെറ്റൽസിന്റെ സിഗ്മ വാല്യൂ കണ്ടക്ടിവിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും ഇറ്റ് വിൽ ബി ഇൻ ദ ഓർഡർ ഓഫ് 10⁻⁷ റൈറ്റ് ആൻഡ് ആൾസോ നമുക്കറിയാം ദിസ് എപ്സിലോൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓർഡർ ഓഫ് 8.85 ഇൻറ്റു 10⁻⁻12 ഓർഡറിലാണ് ഉണ്ടാവും അല്ലേ സോ നമ്മൾ നൗ ഒമേഗ നമുക്ക് ഫോർ ടൈം ബീയിങ് നമുക്ക് ആൾ ഫ്രീക്വൻസീസ് അപ് ടു ഒപ്റ്റിക്കൽ റേഞ്ച് വരെയുള്ള ആൾ ഫ്രീക്വൻസീസ് നമുക്ക് കൺസിഡർ ചെയ്യാം സോ ഒപ്റ്റിക്കൽ റേഞ്ച് എന്ന് പറയാൻ നമുക്കറിയാം ഫ്രം 400 നാനോമീറ്റർ ടു 900 നാനോമീറ്റർ റൈറ്റ് ഇൻ വേവ് ലെങ്ത് റേഞ്ചിൽ അതായിരിക്കും ഉണ്ടാവുക സോ ഫ്രീക്വൻസി അപ് ടു ദാറ്റ് ഫ്രീക്വൻസിയുള്ള എല്ലാ ലൈറ്റ് ഒപ്റ്റിക്കൽ റേഞ്ച് വരെയുള്ള ഫ്രീക്വൻസിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ മെറ്റലിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ what will be the value of omega e and sigma in the case of metal നമുക്കറിയാം that depends on the medium right so that is equal to 10⁻⁷ ഓർഡർ ഉണ്ടാവുക then omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ omega എന്ന ഫ്രീക്വൻസി ആണ് so up to all the frequencies up to optical range and epsilon equal to in the order of this അല്ലേ this 10⁻⁻12 ഓർഡറിലാണ് വരിക സോ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും this omega e value is very less compared to the value of sigma അപ്പോൾ അതിനർത്ഥം എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് കറന്റ് ഡെൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആൻഡ് ഒമേഗ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ആണ് ഈ ബോത്തിലും ഇലക്ട്രിക് ഫീൽഡ് ബോത്തിൽ കോമൺ ആണ് സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ് ഈസ് വെരി ലെസ് കമ്പയർഡ് ടു ദ കണ്ടക്ടിങ് കറന്റ് ഡെൻസിറ്റി സോ അതുകൊണ്ട് തന്നെ നമുക്ക് ദിസ് കോൺട്രിബ്യൂഷൻ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി നമുക്ക് നെഗ്ലക്ട് ചെയ്യാം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കണ്ടക്ടിങ് കറന്റ് ഡെൻസിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ ലെസ് ആയതുകൊണ്ട് നമുക്ക് ദിസ് വി ക്യാൻ നെഗ്ലക്ട് ഓക്കെ ഫോർ ടൈം ബീയിങ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും del square e minus I omega mu sigma e equal to 0 എന്ന് വരും ഓക്കെ സോ അതിനെ നമ്മൾ ഒന്നുകൂടെ ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു നൗ നമുക്കറിയാം ദിസ് ഇക്വേഷൻ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സോ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം സൊല്യൂഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ex is equal to e0 e raised to minus I into minus I omega mu sigma all raised to 1/2 into z അല്ലേ as a plane wave equation plane wave propagating along z axis അല്ലേ സോ ex എന്ന് പറയാൻ കാരണം ഇതിന്റെ x കമ്പോണന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ നമ്മൾ x ആക്സിസിലാണ് കൺഫൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് x component of electric field that is equal to E0 right E0 എന്ന് പറയാൻ കാരണം E0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ maximum amplitude and e raised to I omega mu sigma all raised to 1/2 into z now this solution ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ദിസ് മോണോക്രോമാറ്റിക് അല്ലേ മോണോക്രോമാറ്റിക് ആണ് ഒമേഗ അല്ലേ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ആണ് ഓക്കെ പ്ലെയിൻ വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷനും കൂടിയാണ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം അല്ലേ സോ ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷനും കൂടിയാണ് ഓക്കെ ദാറ്റ് ഇസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് z ആക്സിസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും നൗ ദിസ് ഇതിനെ നമുക്ക് ഈ സൊല്യൂഷൻ ഒന്നുകൂടെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം ഇതിലേക്ക് ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ഇതിൽ ചെയ്യാം സോ ഫോർ ദാറ്റ് ലെറ്റ് us
consider this term I omega mu sigma, I omega mu sigma all raised to 1 by 2. Now this can be written as 1 minus I all raised to 1 by 2 into omega mu sigma all raised to 1 by 2. So this is equal to 1 minus I into omega mu sigma divided by 2 all raised to 1 by 2 എന്ന് വരും. Okay. So what is that? So sorry, just 1 minute. സോ ആ മാനിപ്പുലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ നമ്മുടെ പ്രീവിയസ് സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. ഇ എക്സ് ഇസ് ഈക്വൽ ടു ഇ സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ മ്യൂ സിഗ്മ ഡിവൈഡ് ബൈ ടു ഓൾ റേസ് ടു 1 by 2 ഇൻറ്റു സെഡ് ഇൻറ്റു മൈനസ് ഐ ഒമേഗ സിഗ്മ മ്യൂ ഡിവൈഡ് ബൈ ടു ഓൾ റേസ് ടു 1 by 2 ഇൻറ്റു സെഡ്. സോ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് this field when electromagnetic wave propagate in a medium, okay, ഒരു കണ്ടക്ടിങ് മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഫീൽഡ് അണ്ടർഗോസ് ബോത്ത് അറ്റുനേഷൻ ആൻഡ് ഫേസ് റിട്ടാർഡേഷൻ. ഓക്കെ, ഈ ടേം റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഒമേഗ ദിസ് ഇസ് അബ്സോർപ്ഷൻ ആണ്, അബ്സോർപ്ഷൻ ഇൻ ദ മീഡിയം ഓർ അറ്റുനേഷൻ ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആസ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഫീൽഡ് അറ്റുനേറ്റ് ചെയ്യും. അറ്റുനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഓക്കെ, ആൻഡ് ദിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ടേം റെപ്രസെന്റ് ചെയ്യുന്നത് ഫേസ് റിട്ടാർഡേഷനും ആണ്. ഓക്കെ, നൗ ഹിയർ ദിസ് 2 by അല്ലെ, ഇത് രണ്ടിലും നമുക്ക് എന്തുണ്ട്? ഒമേഗ മ്യൂ സിഗ്മ ഡിവൈഡ് ബൈ 2 അല്ലെ, ഒമേഗ സിഗ്മ മ്യൂ ഡിവൈഡ് ബൈ 2. ഓക്കെ, സോ 2 ഡിവൈഡ് ബൈ ഇതിന്റെ ഇൻവേഴ്സ് 2 ഡിവൈഡ് ബൈ ഒമേഗ മ്യൂ സിഗ്മ ഓൾ റൈസ് ടു 1 by 2 ഈക്വൽ ടു, അതിനെ നമുക്ക് ഡെൽറ്റ എന്ന് ഡിഫൈൻ ചെയ്യാം. ഡെൽറ്റ ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ ഒമേഗ മ്യൂ സിഗ്മ ഓൾ റൈസ് ടു 1 by 2. ഓക്കെ, it is called skin depth എന്നാണ് പറയുക, skin depth. okay, skin depth. So for a perfect conductor നമ്മൾ എടുക്കുക. പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അർത്ഥം? പെർഫെക്റ്റ് കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, റെസിസ്റ്റൻസ് 0 ആയിട്ടുള്ള കണ്ടക്ടേഴ്സിന് നമ്മൾ പെർഫെക്റ്റ് അല്ലെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ കൺസെപ്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ നമുക്ക് എന്താണ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഒരു ഐഡിയൽ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. പെർഫെക്റ്റ് കണ്ടക്ടർ, ഫോർ എ പെർഫെക്റ്റ് കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. സോ കണ്ടക്ടിവിറ്റി വിൽ ബി ഇൻഫിനിറ്റി ആയിരിക്കും അല്ലെ, റെസിസ്റ്റൻസ് 0 ആണെന്നുണ്ടെങ്കിൽ. സോ സിഗ്മ ഇസ് ഇൻഫൈനൈറ്റ്. സോ സിഗ്മ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്കിൻ ഡെപ്ത് എന്തായിരിക്കും? 2 ഡിവൈഡ് ബൈ ഒമേഗ മ്യൂ സിഗ്മ അല്ലെ, സിഗ്മ ഡിനോമിനേറ്റർ ഉള്ളത്, സിഗ്മ ഈക്വൽ ടു ഇൻഫൈനൈറ്റ് ആണെങ്കിൽ 1 by ഇൻഫിനിറ്റി എന്ന് വരും. സോ ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് വരും. സ്കിൻ ഡെപ്ത് ഈക്വൽ ടു 0. ഓക്കെ, സോ അതിനർത്ഥം ഫീൽഡ് ഇൻ പെർഫെക്റ്റ് കണ്ടക്ടർ decays infinitesimally fast and cannot penetrate. സോ ഒരു ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഫീൽഡ് ഒരു കണ്ടക്ടറിലൂടെ പെർഫെക്റ്റ് കണ്ടക്ടറിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഡീക്കേ ചെയ്യും, വളരെ പെട്ടെന്ന്. ഇൻഫിനിറ്റ്ലി ഫാസ്റ്റ് എന്നാണ് പറയുന്നത്, പെട്ടെന്ന് ഡീക്കേ ചെയ്യുന്നു. ആൻഡ് അതെന്ത് ചെയ്യുന്നില്ല, ഈ കണ്ടക്ടറിലേക്ക് സർഫേസിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഡീക്കേ ചെയ്യും, അത് ഇൻസൈഡ് ദ കണ്ടക്ടറിലേക്ക് പെനിട്രേറ്റ് ചെയ്യൂല.
ഓക്കെ. സോ സ്കിൻ ഡെപ്ത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഫ്രം സർഫേസ് നിന്ന് എത്രമാത്രം താഴേക്ക് ഇലക്ട്രിക് ഫീൽഡ് പെനിട്രേറ്റ് ചെയ്യുന്നു, അതിന്റെ മെഷറാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഫൈനൈറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള ഒരു കണ്ടക്ടറിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടറിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. സോ നമുക്കറിയാം ഇൻ ആക്ച്വൽ പ്രാക്ടീസ് സിഗ്മ കനോട്ട് ബി ഇൻഫൈനൈറ്റ്, റൈറ്റ് അല്ലേ? എല്ലാ മെറ്റൽസിനും എല്ലാ കണ്ടക്ടേഴ്സിനും ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെ, റെസിസ്റ്റിവിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആക്ച്വൽ പ്രാക്ടീസ് സിഗ്മ കനോട്ട് ബി ഇൻഫൈനൈറ്റ് വെൻ സിഗ്മ ഇസ് നമുക്കറിയാം കണ്ടക്ടറിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ ലാർജ് തന്നെയാണ്. ഓക്കെ. ആൻഡ് ഒമേഗ ആൾസോ ലാർജ്, അല്ലേ, ഒമേഗ വാല്യൂ. സോ നമുക്കറിയാം ഡെൽറ്റ ഈക്വൽ ടു വാട്ട് ഇസ് ഡെൽറ്റ? ഡെൽറ്റ ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ ഒമേഗ മ്യൂ സിഗ്മയാണ്. സോ മ്യൂ സിഗ്മ ആയതുകൊണ്ട് ഇവിടെ ഒമേഗ ഇസ് ലാർജ് ആൻഡ് സിഗ്മ ഇസ് ആൾസോ ലാർജ്. സോ നമുക്കറിയാം ഡെൽറ്റ കനോട്ട് ബി സീറോ. ബട്ട് ഡെൽറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, സീറോ ആക്കാൻ കഴിയില്ല, കാരണം ദിസ് ഇസ് നോട്ട് ഇൻഫൈനൈറ്റ്, അല്ലെ, ഇൻഫൈനൈറ്റ് അല്ല, ബട്ട് ഒരു സ്പെസിഫിക് വാല്യൂ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ഡിവൈഡ് ബൈ ദിസ്, അല്ലെ, ഒരു സ്മോൾ ഡെൽറ്റ വാല്യൂ നമുക്ക് ഉണ്ടാകും ആൾവേസ്. ഇറ്റ് വിൽ നോട്ട് ബി സീറോ. ഓക്കെ. സോ അതിനർത്ഥം എന്താണ്? ഡെൽറ്റ സ്മോൾ വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ദിസ് സ്കിൻ ഡെപ്ത് ഉണ്ട്. അതിനർത്ഥം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വിൽ നോട്ട് ഡീകേ infinitely fast, but it will penetrate. Okay. So phenomenon of confinement of current in a narrower layer on the surface is called the skin effect. Okay, ഇതിനാണ് നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുക. ഫിനോമിനൻ ഓഫ് കൺഫൈൻമെന്റ് ഓഫ് കറണ്ട് ഇൻ എ നാരോ ലെയർ, അല്ലെ, ഡെൽറ്റ വെരി ലെസ് ആണ്, അതായത് സ്കിൻ ഡെപ്ത്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പെനിട്രേറ്റ് ചെയ്യുന്ന, അല്ലെ, സർഫേസിൽ നിന്ന് ഇൻസൈഡിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന ലെയറിന്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലെസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിനെയാണ് നമ്മൾ സ്കിൻ ഡെപ്ത് എന്ന് പറയാം. സോ സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഡെപ്ത് വളരെ ലെസ് ആണ്. അതുകൊണ്ട് ഫിനോമിന ഓഫ് കൺഫൈൻമെന്റ് ഓഫ് കറണ്ട് ഇൻ എ നാരോ ലെയർ, ഒരു നാരോ ലെയറിൽ, അല്ലെ, സർഫേസിലുള്ള ഒരു നാരോ ലെയറിൽ അത് കൺഫൈൻ ചെയ്യും, ഇൻസൈഡിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകൂല, അല്ലെ, ഒരു ലെയറിൽ, അല്ലെ, അതിന്റെ ലെയറിൽ കൺഫൈൻ ചെയ്തിരിക്കും. സോ ആ ഫിനോമിനയാണ് the phenomenon of confinement of current in a narrow layer on the surface is called a skin effect. Okay, skin effect. So അതിന് വരാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് സ്കിൻ ഡെപ്ത് ലെസ് ആവാൻ കാരണം, അത് കൺഫൈൻ ചെയ്യാൻ കാരണം എന്താണ്? സിഗ്മ ഇസ് വെരി ലാർജ് ആണ്, അല്ലെ, സിഗ്മയുടെയും ഒമേഗയുടെയും വാല്യൂ വെരി ലാർജ് ആണ്. അതുകൊണ്ട് ഡെൽറ്റ വിൽ ബി വെരി സ്മോൾ ഇൻ ദ കേസ് ഓഫ് എ കണ്ടക്ടർ. ഓക്കെ. സ്കിൻ ഡെപ്ത് വളരെ ലാർജ്, വെരി ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഉണ്ടാവുക നമുക്ക്. ബട്ട് ഫോർ എ പെർഫെക്റ്റ് കണ്ടക്ടർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ, അല്ലെ. സോ ഫോർ എ പെർഫെക്റ്റ് കണ്ടക്ടർ എന്തായിരിക്കില്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പെട്ടെന്ന് ഫാസ്റ്റ്ലി ഡീകേ ചെയ്യും ആൻഡ് കനോട്ട് പെനിട്രേറ്റ്, അത് എന്ത് ചെയ്യില്ല, ഇൻസൈഡിലേക്ക് പെനിട്രേറ്റ് ചെയ്യില്ല. സോ ദിസ് ഫിനോമിനയാണ് നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ